ഓക്കെ പറഞ്ഞോ. കണ്ടത് നിജം, നീ ബാക്കി പറ. കാണാത്തത് പോയി, ഇനി കണ്ടതെല്ലാമേ പോയി, ഇനി കാണാനിരിക്കുന്നത് എല്ലാമേ നീച്ചം. ഈ ഡയലോഗാണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബനെ വിസ്മയിപ്പിച്ചിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണെങ്കിലും പട്ടാളക്കാരുടെ ഫൈറ്റ് ആണെങ്കിലും മികച്ച രീതി തന്നെ ലാലേട്ടൻ അഭിനയിച്ച് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ വീശിയിരിക്കുകയാണ്. ജനുവരി 25 തന്നെ ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ഡ്രാമ എത്തിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ചുരുളി എന്ന സിനിമയ്ക്ക് ശേഷം ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു കൊടുങ്കാറ്റ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ റേറ്റിംഗ് 5/4. ലാലേട്ട, ഈ പടം സൂപ്പർ ഹിറ്റാണ്. എല്ലാമേ പോയി, ഇനി കാണാതിരിക്കുന്നത് നിജം നിജം നിജം. അപ്പോൾ ലാലേട്ടന്റെ ഒരു അത്ഭുത കൊടുങ്കാറ്റ് വിസ്മയ സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ. LJP എന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സംവിധാന കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം. അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ലാലേട്ടൻ മമ്മൂക്കനെ കടത്തിവെട്ടി എന്ന് തന്നെ പറയാം. മമ്മൂക്കക്ക് മാത്രമാണ് ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് അധികമുള്ളത്. കാരണം മാമാങ്കം, പഴശ്ശിരാജ പോലുള്ള ഹിസ്റ്റോറിക്കൽ സിനിമ ചെയ്ത് മമ്മൂക്ക വിസ്മയിച്ചപ്പോൾ ഇപ്പോൾ ലാലേട്ടന്റെ കയ്യിലേക്ക് ഇപ്പോൾ അഭിനയത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ചരിത്രം കൊടുത്തിരിക്കുകയാണ്. ചരിത്രത്തെ എങ്ങനെ അഭിനയിക്കണമെന്ന് ലാലേട്ടൻ ഇപ്പോൾ ബോഡി ലാംഗ്വേജ് കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും ഒരു കാലിന്റെ ഷോട്ടാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണുകളും ഓരോരോ ശരീരഭാവങ്ങളും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സുചിത്ര നായർ എന്ന ബിഗ് ബോസ് താരത്തിന്റെ അഭിനയ മികവും മികച്ചതാണ്. പിന്നെ ഇതൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് സിനിമാറ്റിക്കൽ ഡ്രാമയാണ് സിനിമ. പാട്ടുകൾ കൊണ്ടും നൃത്തങ്ങൾ കൊണ്ടും ഐറ്റം ഡാൻസ് ഒക്കെ ഒരു കസറിയിരിക്കുകയാണ്. നായികമാരുടെ ഐറ്റം ഡാൻസ് ഒക്കെ 2-3 ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ പാട്ടുകൾ കൊണ്ടും കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകളാണ്. പിന്നെ മോഹൻലാൽ ഓരോ സീനിൽ ലാലേട്ടന്റെ ഓരോ വിസ്മയമായ പുതിയ പുതിയ അഭിനയ ശൈലിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതില് ഹരീഷ് പേരാടിയൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറെ ഫ്രെയിമിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ ഒരു 5ൽ 5.4 കൊടുക്കും. ലാലേട്ടൻ 6 തിമിർത്തു തന്നെ പറയും. മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കാനാണ് അദ്ദേഹം. മോഹൻലാല് ഒരു വിസ്മയ നടനാണല്ലോ. അത് എല്ലാം ഈ പടം കാണുമ്പോൾ നമുക്കറിയാം, നമ്മളെ വിസ്മയിപ്പിക്കാനും അദ്ദേഹം. മോഹൻലാൽ സാറ് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്ത പുള്ളി അതിഗംഭീരമായിട്ട് തന്നെ വിസ്മയത്തോടു കൂടി ഈ പടം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. നല്ല നമുക്ക് പുള്ളിയുടെ ഓരോ പടങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പുള്ളി ഓരോ പടത്തിലും മറ്റേ പടത്തിനേക്കാളും വിസ്മയ രീതിയിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നാടിയെ മമ്മൂട്ടിയുടെ പടം പിടിച്ചല്ല, അതിനേക്കാളും ഗംഭീരമായിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. മാസമുണ്ട്. പിന്നെ ഇത് നമ്മളെ മറ്റേ ഛായാഗ്രഹണം നല്ല അടിപൊളിയാണ്. അതുമല്ല പാട്ടുകളൊക്കെ നല്ല നമുക്ക് രസിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സൂപ്പർ ഹിറ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ടെക്നിക്ക് ഇതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണല്ലോ ഇതിൻ്റെ ഒരു സംവിധായകൻ്റെ കഴിവാണല്ലോ ഒരു സിനിമ. അത് വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമായിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ചെയ്ത എല്ലാ പടങ്ങളിലും വെച്ചും ഒരു സൂപ്പർ ഹിറ്റ് പടം ആണ്. സൂപ്പർ ഹിറ്റായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ.